തിരുവനന്തപുരം പട്ടം മേഖലയിലെ 4 വാർഡുകൾ ഘടകകക്ഷികൾക്ക് നൽകിയതിൽ പ്രവർത്തകർ പ്രതിഷേധത്തിലെന്ന് കിണവൂർ വാർഡിലെ BJP വിമത സ്ഥാനാർത്ഥി ശിവപ്രസാദ്. BJP പ്രവർത്തകരുടെ പിന്തുണ തനിക്കുണ്ടാകുമെന്നും ശിവപ്രസാദ് 24-നോട്. തിരുവനന്തപുരം നഗരസഭയിൽ BJPക്ക് NDAക്ക് വിമതരില്ല എന്നാണ് സംസ്ഥാന നേതൃത്വം, BJP സംസ്ഥാന നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല യാഥാർത്ഥ്യം. കിണവൂർ വാർഡിൽ NDAക്ക് വേണ്ടി കിണവൂർ വാർഡിൽ ശിവസേനയാണ് മത്സരിക്കുന്നത്. കിണവൂർ വാർഡിൽ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഒരു വിമതനുണ്ട്. അദ്ദേഹം ചെട്ടിവിളാകത്തെ മുൻ ഏരിയ കമ്മിറ്റി അംഗം കൂടിയ ശിവപ്രസാദാണ് കിണവൂർ വാർഡിൽ മത്സരിക്കുന്നത്. നമുക്കൊപ്പം കിണവൂർ വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശിവപ്രസാദ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം? ഞാൻ പണ്ടുതൊട്ടേ ആഗ്രഹിച്ചതാണ് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയിൽ മത്സരിക്കുന്നുള്ളത്. ഇപ്പോൾ അത് ഘടകകക്ഷികൾക്ക് കൊടുത്തു. അതിനൊരു പ്രതിഷേധം എന്നുള്ള രീതിയിലാണ്. അതായത് പട്ടം മേഖലയിൽ തന്നെ 4 വാർഡുകൾ, ഈ കിണവൂർ, നന്തങ്കോട്, കേശവസ്വരം, മുട്ടട എന്നീ 4 വാർഡും ഘടകകക്ഷികളാണ് കൊടുത്തേക്കുന്നത്. 101 വാർഡുകളിൽ ഈ 5 വാർഡുകളിൽ 4 നമ്മുടെ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് വന്ന ഒരു വാർഡ് കൂടെയാണ് കിണവൂർ. അവിടെ ഈ പ്രാവശ്യം നമ്മൾ ശക്തമായിട്ടൊന്ന് പിടിച്ചിരുന്നുവെങ്കിൽ നമുക്കിത് ഈ വാർഡ് നമ്മുടെ കയ്യിൽ വരുമായിരുന്നു. അതിനു പകരം ശിവസേനയെ മുന്നിൽ നിർത്തി ഇവിടെയുള്ള പ്രവർത്തകരെ മാനസിക മൊത്തത്തിൽ ഒരു ഇതായിപ്പോയി ഇവിടെ കിണവൂർ. അല്ലാതെ ഈ ഒരു ശിവസേനയിലുള്ള ഒരു അംഗം പോലും ഈ കിണവൂർ വാർഡിലില്ല. അതുകൊണ്ടുള്ള വിഷമവും നമുക്കുണ്ട്. പ്രവർത്തകരുടെ ഒരു പിന്തുണ ശിവപ്രസാദിനുണ്ടോ? എനിക്ക് പ്രവർത്തകരുടെ പിന്തുണയുണ്ട്. എല്ലാവരും അവർ പറയുന്നത് ഈ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഇവിടെ BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ കിണവൂർ വാർഡിൽ നിൽക്കാൻ ആരുമില്ലേ എന്നാണ് ചോദിക്കുന്നത്. നേതൃത്വം ബന്ധപ്പെട്ടോ? ഇത്ര ഒരു തീരുമാനം പറഞ്ഞപ്പോൾ നേതൃത്വം ബന്ധപ്പെടാനും അതല്ലെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറാനുള്ള ഒരു ചർച്ചയൊക്കെ നടന്നോ? നടന്നായിരുന്നു. ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നായിരുന്നു, എന്നെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉറച്ചു പറഞ്ഞു ഞാൻ ഇതിൽ പിന്മാറുന്നില്ല എന്ന്. വന്നവരോട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ പിന്മാറുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ഫ്ലക്സ് അടിച്ചു കഴിഞ്ഞു, ഇതെല്ലാം അടിച്ചു കഴിഞ്ഞു. ഇത് എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്. അവരുമായിട്ട് ഞാൻ നാളെ പ്രചരണത്തിന് ഇറങ്ങുകയാണ്. ഇന്നാണ് ചിഹ്നം കിട്ടിയത്. എൻ്റെ ചിഹ്നം കാറാണ്. അത് ഇന്ന് ഞാൻ ഇറങ്ങുകയാണ്. അപ്പം നാളെ തൊട്ട് ഇന്ന് അഭ്യർത്ഥന അടിച്ചു കിട്ടുന്നു. നാളെ രാവിലെ തൊട്ട് ഞാൻ പ്രവർത്തനത്തിനായിട്ട് മൊത്തത്തിൽ ഇറങ്ങുകയാണ്. BJP പ്രവർത്തകരുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിൽ നിന്ന് ഉള്ള 4 പ്രധാനപ്പെട്ട സീറ്റുകൾ ഘടകകക്ഷികൾക്ക് നൽകി. അത് BJP പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ സമ്മതത്തോടെ അല്ല എന്നാണ് ശിവപ്രസാദ് വ്യക്തമാക്കുന്നത്. അതിലുള്ള പ്രതിഷേധമാണ് അദ്ദേഹം ഈ കിണവൂർ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. രാജൻ ജോസഫിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.